മറാത്തിയിൽ പറയും. നമസ്കാർ. മറാത്തികളുടെ സാധനം. ഇത് മറാഠികളോടത്. ഇതൊക്കെ പേര് വന്ന് ഇത് മല്ലിയില കേട്ടോ, ഫുള്ള് മല്ലിയില. മല്ലിയില പേരെന്തുട്ടാ? കൊത്തമ്പീർ വടി. ഇത് മഹാരാഷ്ട്രയിലെ ഫേമസ് ആണ് ഒരു ഡിഷ്. இந்த மழை காலத்துல எல்லாம் இது எல்லாரும் பண்ணுவாங்க. இது ஒரு கட்டையா கிடைக்கும் நமக்கு பாம்பேல. பின்ன இது பண்ணிட்டு ஃப்ரிட்ஜ்ல வச்சிடுவாங்க. எப்ப நமக்கு தோணும் பஜ்ஜி போல ஃப்ரை பண்ணி சாப்பிடுவோம். നമുക്ക് സാപ്പിടാം. എല്ലാ സാധനം சொல்லிடுங்க നീங்க. சொல்லிடுங்க എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇത് കടലമാവ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇഞ്ചി ജിഞ്ചർ ഗാർലിക്, പിന്നെ മല്ലിയില, അത് മിക്സ് ചെയ്ത് അരച്ചാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, കുറച്ച് അരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, സൺഫ്ലവർ ഓയില്, വെള്ളം, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇനി തുടങ്ങാലോ നമുക്ക്. സ്റ്റാർട്ട് പണിക്കോ. ഫസ്റ്റ് നാങ്ക മല്ലിയില പോടണം. മല്ലിയില പാത്രത്തിൽ നിറച്ചിരുന്നു കേട്ടോ. ഇത് കുറെ മല്ലിയില ഉണ്ട് കേട്ടാ. പിന്നെ ഇതില് കടലമാവ് പോടണം. കടലമാവ് ഇടണം. 1 2 3 3-4 ടീസ്പൂൺ കടലമാവ്, 3-4 അല്ല 5-6 ടീസ്പൂൺ കടലമാവ് ഇട്ടു. അത് മിക്സ് பண்ணும்போது നമുക്ക് ഒരു ഐഡിയ கிடைக்கும் എவ்வளவு വേണം. അതിനനുസരിച്ചിട്ടാ. വറുത്ത അരിപ്പൊടിയാണ് കേട്ടാ. കൊഞ്ചം പോട്. ഇഞ്ചി വെളുത്തുള്ളി മറ്റേ മല്ലിയില കൂടി അരിഞ്ഞിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ. അത് 2 ടീസ്പൂൺ ഇട്ടു. ഇവ്വളോ വേണോ നമുക്ക് എന്നാ சொல்றது? മുളക് പൊടി. നല്ല എരിവുണ്ട്. ഭയങ്കര എരിവാ എൻ്റെ ദൈവമേ. നിങ്ങൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നു കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാ, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇതൊക്കെ കൂടി തിരുമ്പാൻ പോകണല്ലേ. ഉപ്പിടണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാ. കുറച്ചും കൂടി ഉപ്പ് മതി. ഇപ്പൊ സ്പൂണാല മിക്സ് பண்ண முடியாது. കൈ യൂസ് பண்ணி ഇപ്പൊ വെള്ളം சேர்க்க கூடாது. நம்ம மல்லி இலையில ஆல்ரெடி வெள்ளம் இருக்கும். அதான் இது ஒரு பஜ்ஜி மாதிரி நம்ம பண்ண போறோம் இல்ல, அதனால பார்த்து போடணும். വെള്ളം വേണമെന്നാ പോടலாம், വേണ്ടാന്നാ നോക്കിയിട്ട് മതി. മല്ലിയിലയിൽ വെള്ളം ഉണ്ടാവുന്നു. ഇത് பண்ணி வச்சா ஒரு வாரத்துக்கு நம்ம ஃப்ரிட்ஜ்ல வச்சாலும் ஒண்ணும் ஆகாது, கேடாகாது. இப்ப நமக்கு தெரியுது இல்ல இங்க മല്ലിയില இருக்குன்னு. പിന്നെ കുറച്ച് ഇത് വേണമെന്നാ പോட்டுக்கலாம். ആവശ്യത്തിനനുസരിച്ചിടാ. ചക്ക അവിടെ വീണെടുക്കുന്നുണ്ട്. അതിന് ഈ ഈച്ചകൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാം. കടലമാവ് നീ കൊണ്ടുവരാട്ടെ വേണമെങ്കിൽ. വേണ്ട ഇത് മതി. ഇതവിടെ കിടാങ്ങൾക്കൊക്കെ ഇഷ്ട, കുട്ടികൾക്കൊക്കെ ഇഷ്ട. எல்லாரும் நல்லா சாப்பிடுவாங்க. இப்ப இந்த மழை காலத்துல இதெல்லாம் பண்ணா இல்ல வின்டர் சீசன்ல எல்லாம் இதை பண்ணி ஃப்ரிட்ஜ்ல வச்சா எவ்வளோ வேணும் அது மாத்திரம் கஷ்டம் பண்ணி ஃப்ரை பண்ணணும். இது ஸ்கூல்ல டப்பால எல்லாரும் ஒரு டிஃபனா எல்லாம் கொண்டு வருவாங்க பசங்க. ഇത് നല്ല മിക്സ് பண்ணணும். നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ആവിമ വേവിക്കലാണ് പരിപാടി അല്ലേ. അപ്പൊ വെള്ളം വെക്കണം ഇവിടെ. വെള്ളം വെക്കാറായോ? അതായത് ഇത് ആവിമ വേവിക്കുന്ന പരിപാടി കേട്ടാ. നമ്മുടെ വെള്ളം വെച്ചിട്ടുള്ള ഇതിൽ വെള്ളമാണ് കേട്ടോ വെച്ചോണ്ടത്. വെള്ളം വെച്ചിട്ട് ഇങ്ങനത്തെ പാത്രം വേണമല്ലേ. അത് ഇപ്പൊ കൊഞ്ചം നല്ല ഒരു സ്റ്റീം വര അപ്പുറം ഇത് വയ്ക്കണം. അങ്ങനെയാണല്ലേ. അത് ശരി. அது ஸ்டீம் ஆயிடும். ஸ்டீம் ஆகி வெளியில எடுத்துடணும். ஒரு 10 நிமிஷம் நம்ம இந்த கலர் இருக்குல்ல பச்சை கலர் அது சேஞ்ச் ஆயிடும். சேஞ்ச் ஆன அப்புறம் கட் பண்ணி ஃப்ரை பண்ணணும். ஃப்ரை செய்ய എടുത്ത് വെക്കാല്ലേ. இந்த மாதிரி ஒரு ரோல் பண்ணணும். റോളാക്കി വെച്ചിട്ടാണ് ഈ സാധനം വെക്കുക അല്ലേ. ഒരു പ്ലേറ്റ് കൊണ്ട് എടുത്തോണ്ടേ. വേണ്ട ഇത് അതില ഇപ്പൊ ഇത് ഇപ്പടി പണി അതില പണി വെച്ചിരുന്നു. പ്രിയ ഭയങ്കര എക്സ്പെർട്ടാന്ന് മനസ്സിലാക്കണ്ട. വളരെ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സാരി തരുന്നുണ്ട്. ഇത് നമ്മുടെ പുഷ്കലാൻഡി ഉണ്ടാക്കുന്നില്ലേ സാർ? ഇതാ ആലുവടി. അത് കൊഞ്ചം ഹീറ്റ് ആയിട്ട് തന്നെ ഇത് അങ്ങ് വെക്കണം. വെള്ളം ആവട്ടെ കേട്ടാ. പ്രിയ എത്ര വരെ പഠിച്ചു? ഞാൻ வந்து ബികോം മുൻപെടുത്തேன். പിന്നെ ബിഎഡ് പഠിച്ചேன். പിന്നെ டிஎட் படிச்சேன். டிஎட் എന്ന് പറഞ്ഞാ டிஎட் அதுவும் டீச்சர் கோர்ஸ் தான். 12th க்கு அப்புறம் நம்ம டிஎட் பண்றோம். அது முடிஞ்ச அப்புறம் பிஎட் படிச்சேன். പിന്നെ இப்ப ஒரு எக்ஸாம் இருக்குல்ல கவர்மெண்ட் எக்ஸாம் டீச்சர் ஓடுது அதெல்லாம் கொடுத்துட்டே வரேன். கவர்மெண்ட்
ஸ்கூல்ல கடிச்சா நல்லதில்லை, அதனால ட்ரை பண்ணிட்டே இருக்கேன். ആദ്യം അയ്യോ ഓയില് கொஞ்சோண்டு இப்படி போட்டு வச்சா நம்ம இது ഒട്ടി പിടിക്കില്ലല്ലോ. அதனாலதான் ചട്ടനി എടുக்கலாம் നമ്മ. മതിയാ? മതി മതി. ഇനി ഇത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇറക്കി വെക്കണം കേട്ടോ. അതെ, ഇത് അതിൽ വെക്കുന്നു. இப்போ இது கரெக்டா பச்சை கலர் இருக்கு, நம்ம வேவிச்சு ஸ்டீம் ஆயிடுதுன்னா கலர் மாறிடும். ഇത് മൂടി വയ്ക്കാം. மூடி வைക്കാം. അപ്പോൾ ഇതാവട്ടെ കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുക്കുമ്മ. 10 മിനിറ്റ് അതിൻ്റെ ആവശ്യം നോക്കി വേണം. இப்போ இந்த கத்தி இருக்குல்ல, തുറന്നു നോക്കിയോ കേട്ടോ നമുക്ക്. இப்போ இந்த கத்தி இருக்குல்ல, இதுல குத்தி பார்க்கணும். குத்தி பார்க்கும்போது ஒண்ணுமே இல்லை. അപ്പോൾ വെന്തുണ്ടെന്നാണ്. இது ஒரு சைன் வெந்துடுது. இல்லைன்னா நமக்கு கொஞ்சம் அப்படி இருந்தா ஒரு 5 மினிட் எக்ஸ்ட்ரா வைக்கணும் நம்ம. அப்போ அது ஸ்டீம் ஆகும். ஒரு 5 മിനിറ്റ് കൂടി ഇരുന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ്. പിന്നെ അത് രണ്ടും ഇതിൽ ഇങ്ങ എടുത്ത് വച്ചിടணும். അപ്പുറമാ കൂളാണ് പിന്നെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയി. അപ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. തുറക്കാലത്. ചൂടാറിയിട്ട് മുറിക്കണല്ലേ? ചൂടാ ഇല്ലന്നാ அது பீஸ் பீஸ் ஆகும், கரெக்டா ஷேப் ஆகாது. பண்ணறதுக்கு முன்னாடியே போட்டுக்கணும். ഇപ്പോ ഞാൻ ചൂടാറാനായിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഈ അങ്ങോട്ട് തോന്നുന്നു എള്ള് വേണം, വെള്ള എള്ള് ഉണ്ടെങ്കിൽ നല്ലതാന്ന് പറഞ്ഞിട്ട്. அது இது வந்து ஸ்டீம் பண்றோம் இல்ல, அதுக்கு முன்னாடியே இது கொஞ்சம் போட்டுக்கணும், ஸ்டிக் ஆயிருக்கும். இப்போ குழப்பமில்ல, இப்பவும் போடலாம். വെള്ള എള്ള് நம்ம சாப்பிடும்போது அது ஒரு இது வரும், ஒரு சவுண்ட் வரும் இல்ல நமக்கு. சூடு கம்மி ஆயிடுது. இப்போ கட் பண்ணுவேன். கொஞ்சம் சூடு கம்மி ஆயிடுது இல்ல, அதனால இந்த ஷேப்ல வருது கரெக்டா. ആലുവട ചെയ്യുന്നത്. ആലുവടി കൊത്തമല്ലി ഇല നമുക്കിട്ട ജാസ്തി ഇരുന്നാൽ ചില ടൈം വേസ്റ്റ് ആകുതില്ല. அந்த டைம்ல இது பண்ணி இதெல்லாம் குட்டிகளுக்கு ரொம்ப இஷ்டமா இருக்கும். 2 டப்பா கொண்டு போறாங்கல்ல, ஒரு லஞ்ச் പിന്നെ ഒരു 4 മണിക്ക്. അപ്പം ഇത് കൊടുக்கலாம் நம்ம കുട്ടികൾക്ക് എല്ലാം. ഇവിടെ അങ്ങനെ കൊടുത്തയക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ലഞ്ച് മാത്രം കൊടുത്തയക്കുള്ളൂ. இது சில பேர் சப்பாத்தி கூடவும் சாப்பிடுறாங்க. പിന്നെ இது வந்து நம்ம கிரேவி பண்ணுவோம் இல்ல, முட்டை கிரேவி எல்லாம் பண்ணும், அதுல கூட இது போடுறாங்க. இது ஃப்ரை பண்ணலாமா? ஃப்ரை பண்ணானேட்டு തമിഴ് ട്രൈ പண்றேன். തമിഴ് ഫ്രൈ பண்ணാനായിട്ട് ഇത് സാധനം കത്തിച്ച് അടുപ്പത്ത് വെക്കാന്ന്. ഇതുമേ വെതറണോ അങ്ങനെ? വേணும்னா போடலாம். വെള്ളം ഉള്ളതുമൊക്കെ ഇടാന്നില്ല. இது வந்து டீப் ஃப்ரையும் பண்ணலாம். சில பேர் இப்போ டயட்ல இருக்காங்கல்ல, കുറച്ച് എണ്ണ போட்டு ഷാലോ ഫ്രൈ பண்ணாலும் பண்ணலாம். ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ. എന്തോരം വേണം ശരി പറഞ്ഞോളൂ കേട്ടോ. നിർത്താം, പറയുമ്പോൾ പറഞ്ഞോ. മതി മതി മതി. വെക്കുന്നത് ഞാനാണ് കേട്ടോ, ഫ്രീയല്ല. ഇതേ ഇങ്ങനെ വെക്കുന്നു. തീ കുറയ്ക്കണോ? போடும்போது கொஞ்சம் தீ குறைங்க. ചെറിയ തീ മതിയില്ല. ഇനി സാധാരണ പോലെ വറക്കണ പോലെ തന്നെ நம்ம மீனெல்லாம் எப்படி வறுக்கணும் அதே போல. ആയി വരണല്ലോ. തീ ഇത്തിരി കുറയ്ക്കല്ലേ? இப்படியான ബ്രൗണിഷ് കളർ, പിന്നെ നല്ല ക്രിസ്പിயா இருக்கும். അതാണ് ഇത്തിരി പൊട്ടിയത്. அது சூடு இருக்கும்போது நான் பண்ணேன்ல, கட் பண்ணேன்ல. ആ സൈഡിൽ അത്ര ആയിട്ടില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ അല്ലേ? ഫ്രൈ ആയി തുടങ്ങിട്ടാ. 2 സൈഡിൽ ഒരേ മാതിരി കളർ എടുക്കണം. ഇതാകണം കുറച്ച്. ആവണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ മല്ലിയ എന്നതിൻ്റെ പേര്
കൊത്തമ്പീർ വടി. കൊത്തമ്പീർ വടി പിന്നെ ശരിയാക്കിട്ടാ. വാ കൊത്തമ്പീർ വടി കഴിക്കാൻ വാ. ഉക്കാരെങ്കിൽ ആ ചായ ഇത് കഴിഞ്ഞിട്ട് വയ്ക്കാം. ഇത് കഴിച്ചു നോക്ക് എന്നിട്ട് ആ ചായ അതെ. பருப்பு வடை போல இருக்கா? இது சில பசங்க சப்பாத்தி இருக்குல்ல, சப்பாத்தி கூட இது கொண்டு வருவாங்க ஸ்கூலுக்கு. இவ்வளோ கிடைக்கும் அங்க 10 ரூபாய் இல்லைன்னா 20 ரூபாய்க்கு இவ்வளோ கிடைக்கும் கொத்தமல்லி. அப்ப இது 3-4 இப்ப பண்ணேன். இப்ப 2 வந்தது இல்ல, இன்னுண்டு எடுத்து இவ்வளோ வந்தது. அங்க ரொம்ப பண்ணி நீங்க சொன்ன போல ஃப்ரீஜர் இல்லைன்னா ஃப்ரிட்ஜில் வச்சாலும் எப்போ வேணும் அப்போ கட் பண்ணி ஃப்ரை பண்ணலாம். நம்ம வீட்டில் பாஜி ஏதாவது இல்லைன்னா இது ஃப்ரை பண்ணி ചോറ് കൂടാവും. ഇതെന്റെ ഓഫീസിലത്തെ കൊണ്ടുവന്നല്ലേ തുറക്കുമ്പോഴേക്കും കഴിയത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കടലമാവ്. കടലമാവ് കടലമാവിന് മറാത്തിയിൽ പറയാം ചന്നക്കാട്ട. വരാത് വരാത് വീഡിയോ സ്റ്റാർട്ട് ആയിരിക്കാൻ. एले एले खा के देख. दीदी को बुला. ഗുലാബ് ജാമിന്റെ പോലെ ഉണ്ടോന്ന് സാധനം. നീ എന്തിനാ നിനക്ക് മനസ്സിലായി?